ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 വീക്ക്ലി ടാസ്ക് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ആര്യൻ മുൻപിലെത്തി, അല്ലെങ്കിൽ ആ ടാസ്ക് തൂക്കി. ആര്യൻ 261, അനീഷ് 198, മൂന്നാമത് അനുമോൾ 188, നിവിൻ 150, ആദില 133, ലക്ഷ്മി 115, ഷാനവാസ് 107, നൂറ 95, അക്ബർ 90, സാബുമോൻ 69. ഇത്രയും പോയിന്റുകളാണ് എല്ലാവർക്കും കൂടി കിട്ടിയത്. ഇവിടെ നമുക്കറിയാം ആര്യൻ അത്രമാത്രം എന്താ പറയുക, സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ഒരാളാണ്. ഗെയിമിനെ ഏറ്റവും മാക്സിമം നന്നാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ ഒരു സംഭവം ഇവിടെ നമുക്ക് സ്കോർ ബോർഡിൽ കാണാൻ പറ്റും. കാരണം അനീഷും ആര്യനും തമ്മിൽ ഏകദേശം എന്താ പറയുക 60 ചില്ലാൻ പോയിൻറ്റിൻ്റെ വ്യത്യാസം ഇപ്പോഴും ഉണ്ടായിരുന്നു. 60 സംതിങ് പോയിൻ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അതേസമയത്ത് നിവിനും അനുമോളും തമ്മിൽ 30 പോയിൻറ്റിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇവർ തന്നെയാണ് ഈ ടോപ്പ് 3 മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. നമുക്കറിയാം ഇവിടെ ആര്യൻ അത്രമാത്രം ഫൈറ്റ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശരിക്കും ഇവരെല്ലാം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അനുമോൾ എന്ന് പറഞ്ഞ എന്താ പറയുക കണ്ടസ്റ്റൻറ്റിനെയാണ്. എല്ലാവരും അനുവിനെ ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി വീക്കാണ് എന്ന് പറഞ്ഞ് തള്ളി മാറ്റിയപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയിന്റുകൾ നേടി 3-ാം സ്ഥാനത്ത് എത്തുക ചെയ്തത്. ശരിക്കും ആ പാവ ടാസ്കിനകത്ത് കുറച്ചും കൂടി പോയിന്റ് അനുവിന് കിട്ടുമായിരുന്നു. കാരണം നിവിൻ ആ എടുത്ത എന്താ പറയുക പാവ കാരണം അതിന് കുറേ പാവകൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അനീഷിന് കട്ട കോമ്പറ്റീഷൻ നൽകി ഒന്നല്ലെങ്കിൽ അനീഷിന് മുകളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ 3-ാം സ്ഥാനത്ത് തന്നെ അനു ഉണ്ടായിരുന്നേനെ. എന്തായാലും ഇനി വരാൻ പോകുന്നത് ടിക്കറ്റ് ടു ഫിനാലെയാണ്. ടിക്കറ്റ് ടു ഫിനാലേനകത്ത് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുന്ന ആര്യൻ്റെ പെർഫോമൻസ് ആണെങ്കിലും കോമ്പറ്റീഷൻ നൽകാനായിട്ട് കട്ടയ്ക്ക് അനുവും അനീഷും അക്ബറൊക്കെ കട്ടയ്ക്ക് കോമ്പറ്റീഷൻ നൽകുന്ന ആൾക്കാരാണെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ടറിയാം. നമുക്ക് നോക്കാമല്ലേ ടിക്കറ്റ് ടു ഫിനാലേനകത്ത് ആരായിരിക്കും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ ടാസ്ക് ആയിരിക്കും ഇവർക്കുണ്ടാവുക. ശരിക്കും മണി ബോക്സിൻ്റെ കാര്യങ്ങളൊക്കെ ആദില, നൂറ, നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ ആര്യനൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ആര്യൻ നമ്മുടെ നൂറേനെ ആദിലിനെയും മണി ബോക്സ് എടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ മണി ബോക്സിൻ്റെ കാര്യത്തിനകത്ത് ഭയങ്കര സൈലൻ്റായിട്ട് ഗെയിം കളിക്കുന്ന 2 പേരാണ്. ഒന്ന് ലക്ഷ്മി, അതുപോലെ തന്നെ നമ്മുടെ സാബുമാനും ലക്ഷ്മിയും മണി ബോക്സ് പൊക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഞാൻ നോക്കിയിട്ട്. കാരണം ഇവർ ചർച്ച ചെയ്തില്ല, പക്ഷേ ഇവർക്ക് ഓവറോൾ അറിയാം ഇവരെന്തായാലും ടോപ്പ് 5 എത്താനുള്ള ചാൻസ് വളരെ കുറവാണ്. എത്തിയാലും ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഇല്ല എന്നുള്ള കാര്യം ഇവർക്കറിയാം. കാരണം ടോപ്പ് 2 എന്തായാലും സാബുമാനോ ലക്ഷ്മിയോ എത്തില്ല. സോ കോമ്പറ്റീഷൻ വൈസ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മത്സര ബുദ്ധി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആദില, നൂറ പണപ്പെട്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മിണ്ടാതെ അതിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് ഈ പറയുന്ന എന്താ പറയുക സാബുമാനെയും അതുപോലെ തന്നെ ലക്ഷ്മീനെയും തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാമല്ലേ ഇവരിൽ ആര് പണപ്പെട്ടി എടുക്കും, ഇവരിൽ ആര് വീക്ക്ലി ടാസ്ക് അടുത്ത ആഴ്ചത്തെ തൂക്കും, ആര് ടിക്കറ്റ് ടു ഫിനാലെ തൂക്കി ഏറ്റവും ടോപ്പ് സ്കോറിലെത്തും അല്ലെങ്കിൽ ഡയറക്റ്റ് എൻട്രി ഫിനാലേക്ക് നേടും എന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.